ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 2ാം ക്ലാസ്സിലെ ഗണിതത്തിലെ 9ാമത്തെ യൂണിറ്റായ കലണ്ടർ കളികൾ എന്ന ചാപ്റ്ററാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. 2ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ സ്റ്റഡി ടു ന്യൂ ടെക്സ്റ്റ് ബുക്ക് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കൂ, തീവണ്ടി യാത്ര. നമ്മളവിടെ ഒരു കുട്ടിയും പാരൻസൊക്കെ തീവണ്ടിയിൽ പോകുന്നൊരു പിക്ചറാണ് തന്നിട്ടുള്ളത് അല്ലേ. ഹീരയും കുടുംബവും വന്ദേ ഭാരത് തീവണ്ടിയിൽ കാസർഗോഡ് നിന്നും ഷൊർണൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരെങ്ങോട്ടാണ് പോകുന്നത്? കാസർഗോഡ് നിന്നും ഷൊർണൂരിലേക്കാണ് പോകുന്നത് കേട്ടോ. തീവണ്ടി തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത്. അവർ തെക്ക് ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. രാവിലെ 7 മണിക്ക് തീവണ്ടി പുറപ്പെട്ടു. തീവണ്ടി പുറപ്പെട്ട സമയം ക്ലോക്കിൽ കാണിച്ചത് നോക്കൂ അവിടെ ഒരു പർപ്പിൾ കളർ നല്ല ഡാർക്ക് ബ്ലൂവിൽ തന്നിട്ടുണ്ട് അല്ലേ ഒരു ക്ലോക്ക്. അവിടെ നോക്കൂ എങ്ങനെയാണ് ഒരു ക്ലോക്കിന് 2 സൂചികളാണ് അവിടെ തന്നിട്ടുള്ളത്. ഒന്ന് മണിക്കൂർ സൂചിയും ഒന്ന് മിനിറ്റ് സൂചിയാണ് കേട്ടോ. പിന്നെ ഒന്നുകൂടി ഉണ്ട് സെക്കൻഡ് സൂചി, അത് ഈ ചിത്രത്തിൽ തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നോക്കൂ, മണിക്കൂർ സൂചിയാണ് നമ്മൾ 7 മണി 8 മണി എന്നൊക്കെ പറയുന്ന ആ സമയത്തിന് നിർണ്ണയിക്കുന്നത്. അതുപോലെ മിനിറ്റ് സൂചിയാണ് 7:30 8:50 അങ്ങനെ 50 30 അങ്ങനെയൊക്കെയുള്ള മിനിറ്റുകളെ നിർണ്ണയിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കൂ, ചെറിയ സൂചി അതാണ് നമ്മുടെ മണിക്കൂർ സൂചി, വലിയ സൂചിയാണ് മിനിറ്റ് സൂചി കേട്ടോ. ചെറിയ സൂചി എവിടെയാണുള്ളത്? 7-ലാണല്ലേ. വലിയ സൂചിയോ അഥവാ മിനിറ്റ് സൂചി 12-ലാണുള്ളത്. അപ്പോഴാണ് അവിടെ 7 മണി ആവുന്നത്. അഥവാ ചെറിയ സൂചി മണിക്കൂർ സൂചി 7-ലും മിനിറ്റ് സൂചി വലിയ സൂചി 12-ലും ആവുമ്പോഴാണ് അവിടെ 7 മണി ആവുന്നത് കേട്ടോ. തീവണ്ടി കണ്ണൂരിലെത്തി. ചായയും പലഹാരവും കൊണ്ടുവന്നു. കണ്ണൂരിലെത്തിയ സമയം നോക്കൂ, 8 മണി. അങ്ങനെ അവർ കാസർഗോഡ് നിന്നും ഷൊർണൂരിലേക്കാണ് പോകുന്നത്. കാസർഗോഡ് നിന്ന് അവർ കണ്ണൂരിലെത്തിയപ്പോൾ 8 മണിയായി. ക്ലോക്കിൽ നോക്കൂ, മണിക്കൂർ സൂചി 8-ലും മിനിറ്റ് സൂചി 12-ലുമാണുള്ളത്. അപ്പോഴാണ് അവിടെ 8 മണി ആവുന്നത്. ഇനി 5 മണിയാണെങ്കിൽ എങ്ങനെയായിരിക്കും? മണിക്കൂർ സൂചി 5-ലും മിനിറ്റ് സൂചി 12-ലും. അപ്പോഴാണ് 5 മണി ആവുക. ഓക്കെ, അപ്പോൾ ഇവിടെ 8 മണിയുടെ ക്ലോക്കാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. ഹീരെ, പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണ്. അമ്മ ഹീരയോട് പറയാണല്ലേ, പടിഞ്ഞാറ് ഭാഗത്താണ് അറബിക്കടൽ എന്ന്. വണ്ടി പുറപ്പെട്ടു. ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പുഴയും കായലും കടലും എല്ലാം കണ്ട് സമയം പോയതറിഞ്ഞില്ല. വണ്ടി നിന്നു. അച്ഛൻ പറഞ്ഞു കോഴിക്കോടെത്തി. അങ്ങനെ അവർ ട്രെയിനിലൂടെ പോവുകയാണ്. ഇപ്പം എവിടെ എത്തി? കോഴിക്കോടെത്തി അല്ലേ. തെക്ക് ഭാഗത്തേക്കാണ് അവർ യാത്ര പോകുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് അറബിക്കടലാണല്ലേ ഉള്ളത്. അച്ഛ, സമയം എത്രയായി? ഹീര ചോദിച്ചു. അച്ഛൻ പറഞ്ഞു 9 മണിയായി. നോക്ക്, അവിടെ ക്ലോക്ക് തന്നിട്ടുണ്ട്. 9-ലാണ് മണിക്കൂർ സൂചി അഥവാ ചെറിയ സൂചി 9-ലും വലിയ സൂചി മിനിറ്റ് സൂചി 12-ലുമാണ്. അപ്പോഴാണ് അവിടെ എത്ര മണിയാവുന്നത്? 9 മണിയാവുന്നത് കേട്ടോ. കോഴിക്കോട് എത്തിയപ്പോൾ 9 മണിയായി. കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ടെത്താൻ 1 മണിക്കൂർ സമയമെടുത്തു. നോക്കൂ, കണ്ണൂരിലെത്തിയപ്പോൾ 8 മണിയായിരുന്നു സമയം. കോഴിക്കോട് എത്തിയപ്പോൾ 9 അപ്പം എത്ര മണിക്കൂറാണ് അവിടെ ഗ്യാപ്പ് ഉള്ളത്? 8-ൽ നിന്ന് 9-ലേക്ക് എത്താൻ 1 മണിക്കൂറാണ് സമയമെടുത്തത് കേട്ടോ. അപ്പോൾ കാസർഗോഡ് നിന്നും കോഴിക്കോട് എത്താൻ എത്ര സമയമെടുത്തു? കാസർഗോഡ് നിന്ന് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 7 മണി ആയിരുന്നു അല്ലേ. കാസർഗോഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ 7 മണി ആയിരുന്നു. 7 മണിക്ക് തുടങ്ങിയ യാത്ര 8 മണിയായപ്പോൾ എവിടെ എത്തി? കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്നും കോഴിക്കോട് എത്തിയപ്പോൾ 9 മണിയായി ആണല്ലോ. 7-ൽ നിന്നും 9-ൽ എത്താൻ എത്ര മണിക്കൂർ വേണം? യെസ്, 2 മണിക്കൂർ അല്ലേ. 7 8 9. 7 കഴിഞ്ഞ് 8 കഴിഞ്ഞാണ് 9-ലേക്ക് എത്തുന്നത്. അപ്പോൾ 2 മണിക്കൂറാണ് അവിടെ വേണ്ടത് കേട്ടോ. നോക്കൂ, അടുത്ത സ്റ്റേഷൻ തിരൂരാണ്. അത് കഴിഞ്ഞ് ഷൊർണൂർ. വണ്ടി നീങ്ങി. അപ്പോൾ വടക്ക് ഭാഗത്ത് ഒരു തീവണ്ടി കടന്നുപോയി. വടക്ക് ഭാഗം, അപ്പോൾ നമ്മളിവിടെ 3 ഭാഗങ്ങൾ പഠിച്ചു. തെക്ക്, പടിഞ്ഞാറ്, ഇപ്പോൾ വടക്കും പഠിച്ചു കേട്ടോ. നമ്മളെപ്പോഴാ ഷൊർണൂരിലെത്തുക? ഹീര ചോദിച്ചു. 10 മണിയാവും, അച്ഛൻ പറഞ്ഞു. 10 മണിക്ക് അവർ ഷൊർണൂരിൽ ഇറങ്ങി. ഷൊർണൂരിൽ ഇറങ്ങിയ സമയം ക്ലോക്കിൽ അടയാളപ്പെടുത്തു. അവിടുന്ന് മലമ്പുഴയിലേക്കാണ് പോയത്. കിഴക്ക് ഭാഗത്തേക്ക് കാറിലാണ് പോയത്. ഇവിടെ നോക്കൂ, നമുക്ക് 10 മണിക്ക് ഷൊർണൂരിൽ എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ 10 എന്ന് അടയാളപ്പെടുത്തണം. 10 മണിയാവുമ്പോൾ എങ്ങനെയായിരിക്കും മക്കളെ? ചെറിയ സൂചി എവിടെയായിരിക്കും? മണിക്കൂർ സൂചി 10-ലായിരിക്കും അല്ലേ. അപ്പം നമുക്കവിടെ അത് അടയാളപ്പെടുത്താം.
ഇനി നോക്കൂ, അച്ഛൻ പറയുന്നത് നോക്കൂ, ഷൊർണൂരിൽ നിന്ന് കിഴക്കോട്ടുള്ള റെയിൽ പാളം പാലക്കാട്ടേക്കുള്ളതാണ്. അപ്പോൾ പാലക്കാട്ടേക്കാണ് എന്ത് പോകുന്നത്? കിഴക്കോട്ടുള്ള റെയിൽ പാളം പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ 4 ഭാഗങ്ങൾ പഠിച്ചു. ഏതെല്ലാമായിരുന്നു മക്കളെ? കിഴക്ക് പഠിച്ചു, തെക്ക്, പടിഞ്ഞാറ്, വടക്ക്. ഓക്കെ അല്ലേ? ഈ 4 ദിശകളാണ് നമ്മൾ സാധാരണ യാത്ര പോകുമ്പോഴൊക്കെ നോക്കാറ് കേട്ടോ. ഇനി നോക്കൂ, 1 മണിക്ക് മലമ്പുഴ അണക്കെട്ടിൽ എത്തി. അവർ 1 മണിക്കാണ് മലമ്പുഴ അണക്കെട്ടിൽ എത്തിയത്. അവിടെ നോക്കൂ, ചെറിയ സൂചി അഥവാ മണിക്കൂർ സൂചി 1ലും അതുപോലെ മിനിറ്റ് സൂചി 12ലുമാണ്. അപ്പോഴാണ് അവിടെ 1 മണിയാവുന്നത് അല്ലേ? സമയം എഴുതാം. അടുത്ത നമുക്കൊരു വർക്കാണ് തന്നിട്ടുള്ളത്. സമയം എഴുതാം. ഒരുപാട് ക്ലോക്കുകളുണ്ട്. ഫസ്റ്റ് വൺ നോക്കൂ, 2 മണി. മണിക്കൂർ സൂചി 2ലും മിനിറ്റ് സൂചി 12ലുമാണ്. അപ്പോൾ അവിടെ 2 മണിയാണ്. ഇനി രണ്ടാമത്തെ പിക്ചർ നോക്കൂ, അവിടെ എങ്ങനെയായിരിക്കും സമയം? മിനിറ്റ് സൂചി 12ലാണ്. മണിക്കൂർ സൂചി എവിടെയാണ് മക്കളെ? 5ലാണല്ലേ. അപ്പം 5ലാവുമ്പോൾ എത്ര മണി ആയിരിക്കും? 5 മണി ആയിരിക്കും അല്ലേ? മൂന്നാമത്തെ നോക്കൂ, ചെറിയ സൂചി അഥവാ മണിക്കൂർ സൂചി 6ലും മിനിറ്റ് സൂചി 12ലും. ഇവിടെ എത്രയായിരിക്കും സമയം? 6 മണി. അവസാനത്തെ നോക്കൂ, മണിക്കൂർ സൂചി 8ലും മിനിറ്റ് സൂചി 12ലുമാണ് ഉള്ളത്. ഇവിടെ സമയം 8 മണി ആയിരിക്കും അല്ലേ മക്കളെ? അടുത്ത പ്രവർത്തനം നോക്കൂ, സമയം ക്ലോക്കിൽ അടയാളപ്പെടുത്തൂ. നമുക്ക് കുറച്ച് ക്ലോക്കുകളാണ് തന്നിട്ടുള്ളത്. സമയം താഴെ എഴുതിയിട്ടുമുണ്ട്. പക്ഷേ മണിക്കൂർ സൂചി ഇല്ല അല്ലേ? മിനിറ്റ് സൂചി മാത്രമേ തന്നിട്ടുള്ളൂ. മണിക്കൂർ സൂചി അവിടെ മിസ്സിംഗ് ആണ്. ആദ്യത്തേത് എത്രയാണ്? 8 മണി. 8 മണി ആവണമെങ്കിൽ മണിക്കൂർ സൂചി എവിടെയാവണം മക്കളെ? അതെ, 8ലാവണം അല്ലേ? മണിക്കൂർ സൂചി 8ലും മിനിറ്റ് സൂചി 12ലും ആയാലേ 8 മണി ആവുകയുള്ളൂ. രണ്ടാമത്തെ നോക്കൂ, 5 മണി. 5 മണി ആവണമെങ്കിൽ മണിക്കൂർ സൂചി 5ലാവണം അല്ലേ? അവസാനത്തേത് 3 മണി. 3 മണി ആവണമെങ്കിൽ മണിക്കൂർ സൂചി എവിടെ വേണം? 3ൽ തന്നെ ആവണം അല്ലേ? അങ്ങനെയാണെങ്കിൽ മണിക്കൂർ സൂചി 3 മണി ആവുകയുള്ളൂ. നെക്സ്റ്റ് നോക്കൂ, എത്ര ദിവസം എന്നാണ് ചോദ്യം. ഹീരയും കുടുംബവും മാമന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് പാലക്കാട് എത്തിയത്. ഡിസംബർ 9 രാവിലെ കാസർഗോഡ് നിന്നും പുറപ്പെട്ടു. കല്യാണം കഴിഞ്ഞ് 13-ാം തീയതി രാത്രിയിൽ അവർ തിരിച്ചെത്തി. എത്ര ദിവസം അവർ വീട്ടിലുണ്ടായിരുന്നില്ല എന്ന് കലണ്ടറിൽ നിറം കൊടുത്ത് കാണിക്കൂ. ദിവസങ്ങൾ എണ്ണി എഴുതൂ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? നോക്കൂ, ഡിസംബർ 9 രാവിലെ കാസർഗോഡ് നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. 13-ാം തീയതി കല്യാണം കഴിഞ്ഞിട്ടാണ് 13-ാം തീയതി രാത്രിയിലാണ് അവർ തിരിച്ചെത്തിയത് അല്ലേ? 9 ഉണ്ടാവില്ല. 9 മുതൽ 13 വരെ അവർ വീട്ടിലുണ്ടാവില്ല ആണല്ലോ. ഞാൻ നിങ്ങൾക്ക് അവിടെ ഒരു കലണ്ടർ തന്നിട്ടുണ്ട്. നോക്കൂ, കലണ്ടറിൽ നമുക്ക് 9 മുതൽ 13 വരെയുള്ള തീയതികൾക്ക് നിറം കൊടുക്കണം. എത്ര ദിവസം ഉണ്ടാവും മക്കളെ? 9, 10, 11, 12, 13 അല്ലേ? 5 ദിവസങ്ങളിലായിട്ടായിരിക്കും ഹീരയും കുടുംബവും വീട്ടിലുണ്ടാവാതിരിക്കുക കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, അവർ ഏത് ദിവസമാണ് തിരിച്ചെത്തിയത്? ഏത് ദിവസമായിരുന്നു? 13-ാം തീയതി ആയിരുന്നു. അത് ഏത് ദിവസമാണ്? ശനിയാഴ്ചയാണല്ലേ? കലണ്ടറിൽ നോക്കിയാൽ മക്കൾക്ക് മനസ്സിലാവും, ശനിയാഴ്ചയാണ്. അടുത്തത് എന്താണ്? ബുധനാഴ്ച ആയിരുന്നു കല്യാണം. അന്ന് എത്ര തീയതി? ബുധനാഴ്ച ഏത് തീയതി ആയിരുന്നു എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് കലണ്ടറിൽ നോക്കാലോ. കലണ്ടറിൽ ബുധൻ ഏത് തീയതിയാണ്? 10-ാം തീയതിയാണല്ലേ? അപ്പോൾ അവിടെ 10 എന്ന് എഴുതാം കേട്ടോ. നെക്സ്റ്റ്, അവർ വീട്ടിലില്ലാത്ത ദിവസങ്ങളിലെ തീയതികൾ ഏതെല്ലാം? തീയതികൾ ഏതെല്ലാമായിരുന്നു? 9, 10, 11, 12, 13. ഇത്രയും തീയതികളിലൊന്നും അവർ വീട്ടിലുണ്ടായിരുന്നില്ല അല്ലേ? നെക്സ്റ്റ്, ഊട്ടി യാത്ര. വിവാഹം കഴിഞ്ഞ് മാമനും മാമിയും ഊട്ടിലേക്ക് പോയി. 14-ാം തീയതി ഞായറാഴ്ച രാവിലെ 6 മണിക്കാണ് പുറപ്പെട്ടത്. 20-ാം തീയതി ശനിയാഴ്ച രാത്രി തിരിച്ചെത്തി. എത്ര ദിവസം അവർ ഊട്ടിയിൽ ചെലവഴിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? നോക്കൂ, ഏത് ദിവസമാണ്? 14-ാം തീയതിയാണ് അവർ പോയത്. 20-ാം തീയതി ശനിയാഴ്ച രാത്രി അവർ വീട്ടിൽ തിരിച്ചെത്തി. ഈ ദിവസങ്ങൾ കലണ്ടറിൽ നിറം കൊടുക്കൂ, എണ്ണി എഴുതൂ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ നോക്കൂ, ഞാൻ നിങ്ങൾക്ക് കലണ്ടർ അവിടെ സൈഡിൽ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കാലോ. ആദ്യം നമുക്ക് നിറം നൽകാം. 14-ാം തീയതി മുതൽ 20-ാം തീയതി വരെ നമുക്ക് നിറം നൽകാം. ഓക്കെ, 14 ഞായറാഴ്ചയാണ്, ശനിയാഴ്ച രാത്രിയാണ് അവർ വീട്ടിലെത്തിയത് അല്ലേ? അപ്പോൾ നോക്കൂ, 14, 15, 16, 17, 18, 19, 20 ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ നിറം നൽകിയിട്ടുണ്ട്. ഇനി എന്താണ് ചോദിച്ചിട്ടുള്ളത്? എത്ര ദിവസം? എത്ര ദിവസം ഉണ്ട് മക്കളെ? 7 ദിവസം അല്ലേ? അപ്പോൾ അവിടെ 7 എന്ന് എഴുതാം. ഏതെല്ലാം ദിവസങ്ങൾ?
തീയതികൾ എഴുതൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതെല്ലാം ദിവസമാണ്? 14 ഞായറാഴ്ച, 15 തിങ്കൾ, 16 ചൊവ്വ, 17 ബുധൻ, 18 വ്യാഴം, 19 വെള്ളി, 20 ശനി. ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ്? ഹീരയുടെ ഡയറി. 9-ാം തീയതി രാത്രി ഹീര എഴുതിയ ഡയറി നോക്കൂ. നമുക്ക് ആദ്യം സ്ഥലവും തീയതിയും തന്നിട്ടുണ്ട്. പാലക്കാട് 9/12/2025. ഞാനും അച്ഛനും അമ്മയും മാമന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. രാവിലെ വന്ദേ ഭാരത് തീവണ്ടിയിലാണ് പോയത്. കാസർഗോഡ് നിന്ന് തെക്കോട്ടാണ് യാത്ര ചെയ്തത്. ഉച്ചയ്ക്ക് മലമ്പുഴ അണക്കെട്ട് കാണാൻ പോയി. അതു കഴിഞ്ഞ് പൂന്തോട്ടം ചുറ്റി നടന്നു കണ്ടു. റോപ്പ് വേയിൽ കയറി. ആദ്യം എനിക്ക് പേടി തോന്നി. പിന്നെ അതിലിരുന്ന് താഴെയുള്ള കാഴ്ചകൾ കണ്ടു. നല്ല രസം. വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ടു. രാത്രി മാമന്റെ വീട്ടിലെത്തി. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഹീര ഡയറി എഴുതിയിട്ടുള്ളതല്ലേ. അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കൂ. ഡയറിയിൽ നിന്നും സമയത്തെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതൂ എന്ന് വെച്ചാൽ എന്താണ്? എക്സാമ്പിൾ ആയിട്ട് അവിടെ രാവിലെ തന്നിട്ടുണ്ടല്ലേ, സമയത്തെ സൂചിപ്പിക്കുന്ന രാവിലെ, വൈകുന്നേരം, ഉച്ച, രാത്രി ഇങ്ങനെയുള്ള വാക്കുകളൊക്കെയാണ് സമയത്തെ സൂചിപ്പിക്കുന്നത്. അപ്പം ഈ ഡയറിയിൽ ഏതെല്ലാം ഉണ്ട് മക്കളെ? രാവിലെ ഉണ്ട്, പിന്നെ ഉച്ചയ്ക്ക് മലമ്പുഴ അണക്കെട്ട് കാണാൻ പോയിന്നുണ്ട് അല്ലേ, അപ്പോൾ ഉച്ച. പിന്നെ വൈകുന്നേരം അല്ലേ, വൈകുന്നേരം അവിടെ നിന്ന് പുറപ്പെട്ടു, വൈകുന്നേരം എന്ന് എഴുതാം. രാത്രി മാമന്റെ വീട്ടിലെത്തി, രാത്രി എന്നും എഴുതാം. അപ്പം ഏതെല്ലാം ഉണ്ട്? രാവിലെ, ഉച്ച, രാത്രി, വൈകുന്നേരം. ഈ 4 സമയങ്ങളും ഹീരയുടെ ഡയറിയിലുണ്ട്. നെക്സ്റ്റ് എന്താണ്? കലണ്ടർ നോക്കാം. സിദ്ധുവും ഹീരയും കലണ്ടർ നോക്കുകയാണ്. സിദ്ധു എന്താ പറയുന്നേ? ഈ കലണ്ടറിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്? അപ്പം ഹീര എന്താ പറഞ്ഞേ? ഒന്ന് ഞാൻ പറയാം. ആഴ്ചയിലെ ദിവസങ്ങളുടെ പേരുകൾ ഇതിലുണ്ട്. അപ്പം ഏതെല്ലാം ദിവസങ്ങളാണ് എന്നത് നമ്മുടെ കലണ്ടറിൽ ഉണ്ടാവും അല്ലേ. വേറെ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് മക്കളെ? തീയതികൾ കാണാം നമുക്കവിടെ, വർഷം, മാസം എല്ലാം നമുക്കൊരു കലണ്ടറിൽ കാണാം. ഇനി എന്തൊക്കെയുണ്ട് നിങ്ങൾ എഴുതൂ. അപ്പോൾ കലണ്ടറിൽ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മളോട് എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. എന്തെല്ലാം കാര്യങ്ങളുണ്ട് മക്കളെ കലണ്ടറിൽ? മാസം, വർഷം, ആഴ്ചകൾ, അവധി ദിവസം, തീയതി, വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹിജറ വർഷം, ശകവർഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവാറുണ്ട് കേട്ടോ. ഇനി നോക്കൂ, ആഴ്ചയിലെ ദിവസങ്ങളെക്കുറിച്ച് നമുക്കൊരു പാട്ട് പാടാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 7 കൃഷിക്കാർ. ഞായർ ഞാറു നടുന്നേരം, തിങ്കൾ തെളിനീരേകുന്നു, ചൊവ്വ ചേറിൽ ചാടാതെ, ബുധനോടൊത്തു വരമ്പത്ത്, വ്യാഴം വാഴത്തോട്ടത്തിൽ, വെള്ളി വരുന്നു തൂമ്പയുമായി, ശനിയോ തനിയെ വളം ചേർക്കുന്നു, 7 കൃഷിക്കാരിവരല്ലോ. ഏതെല്ലാമാണ് കൃഷിക്കാർ? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഈ 7 ദിവസങ്ങളെ കുറിച്ചുള്ളൊരു സിമ്പിൾ പാട്ടാണ് നമ്മളിപ്പോൾ പാടിയതല്ലേ. ഇനി എന്താ നോക്കൂ, 12 മാസങ്ങൾ. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യും ജൂണും ജൂലൈയും, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങൾ 12 മാസങ്ങൾ. ഏതെല്ലാമാണ് മക്കളെ മാസങ്ങൾ? ജനുവരി ഉണ്ട്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂണ്, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഈ 12 മാസങ്ങളാണ് നമുക്ക് ഒരു വർഷത്തിലുള്ളത് കേട്ടോ. ആകെ ഈ 12 മാസങ്ങളാണ് നമുക്കുള്ളത്. നോക്കൂ, ശരിയല്ലേ ഞാൻ പാടിയത്? സിദ്ധു പറയാണല്ലേ. അപ്പം ഹീര എന്താ പറഞ്ഞേ? ശരി ശരി. അവർ പാടിയതൊക്കെ ശരി തന്നെയാണ്. നമുക്കാകെ 12 മാസങ്ങളാണ് ഒരു വർഷത്തിലുള്ളത്. ഓക്കെ അല്ലേ? മക്കൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലേ അതെല്ലാം. ഇനി നെക്സ്റ്റ് എന്താണ്? കലണ്ടർ നോക്കി പറയൂ. നമ്മളോടൊരു കലണ്ടർ നിരീക്ഷിച്ച് അതിന് ആൻസർ പറയാനാണ് പറയുന്നത്. 31 ദിവസമുള്ള മാസങ്ങൾ. നമ്മൾ പറഞ്ഞു കലണ്ടറിൽ ആകെ 12 മാസങ്ങളാണുള്ളത്. അതിൽ പലതും പല എന്താ പറയുക, ദിവസങ്ങൾ പലതാണ് കേട്ടോ. ചിലതിൽ 30 ഉണ്ടാവുള്ളൂ, ചിലതിൽ 31 ഉണ്ടാവുള്ളൂ, ചിലത് അതിലും കുറവ് ദിവസങ്ങളുള്ളതാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇവിടെ ചോദിക്കുന്ന ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 31 ദിവസമുള്ള മാസങ്ങൾ ഏതെല്ലാമാണ് എന്നാണ് ചോദിക്കുന്നത്. ഒരു പിങ്ക് ബോക്സിൽ അവിടെയുണ്ട്. ജനുവരി മാസത്തിൽ 31 ദിവസങ്ങൾ. എല്ലാ മാസത്തിനും അങ്ങനെയല്ല. ജനുവരിയിൽ 31 ബാക്കി ഏതെല്ലാം മാസങ്ങളിൽ 31 ഉണ്ട് മക്കളെ? ജനുവരി ഉണ്ട്, മാർച്ച് ഉണ്ട്, പിന്നെ മെയ് ഉണ്ട്, അതുപോലെ പിന്നെ ജൂലൈ ഉണ്ട്, ഓഗസ്റ്റ് ഉണ്ട്, ഒക്ടോബർ ഉണ്ട്, ഡിസംബർ ഉണ്ട് അല്ലേ. ഈ
മാസങ്ങളിലാണ് ഏതെല്ലാം 31 ദിവസങ്ങളുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? 30 ദിവസം മാത്രമുള്ള മാസങ്ങൾ ഏതെല്ലാം? 30 ദിവസമുള്ളത് ഏതെല്ലാമാണ്? ഏപ്രിൽ, ജൂൺ, പിന്നെ സെപ്റ്റംബർ, നവംബർ. ഈ 4 മാസങ്ങളിലാണ് ഏതുള്ളത്? 30 ദിവസങ്ങൾ മാത്രമുള്ള മാസം കേട്ടോ. അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 30-ൽ കുറവ് മാസമുള്ള മാസം, ദിവസമുള്ള മാസം. 30-ൽ കുറവ് ദിവസമുള്ള മാസം ഏത് മാത്രമാണ്? ഫെബ്രുവരി മാത്രമാണ്. ഫെബ്രുവരി ചില വർഷം ഫെബ്രുവരിയിൽ 28 ദിവസം, ചില വർഷങ്ങളിൽ ഫെബ്രുവരിയിൽ 29 ദിവസം ഉള്ളതും ഉണ്ടാവാറുണ്ട് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? കലണ്ടർ കളികൾ അല്ലേ? അവിടെ നോക്കൂ, കലണ്ടറിൽ ഇതുപോലെയുള്ള 4 കളങ്ങൾ നോക്കൂ, എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ? സിദ്ധു ചോദിക്കുന്ന നോക്കൂ, അവിടെ കലണ്ടറിൽ ഒരു സ്ക്വയർ, ഒരു കളർ ചെയ്തിട്ടുണ്ടല്ലേ, 1, 2, 8, 9 എന്ന് പറഞ്ഞ നമ്പേഴ്സ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ 4 കള്ളികളിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് സിദ്ധു ചോദിക്കുന്നത്. അപ്പോൾ ഹീര എന്താ പറഞ്ഞേ? ഞാൻ കണ്ടുപിടിച്ചു, കോണോട് കോണുള്ള സംഖ്യകൾ കൂട്ടിയാൽ ഒരേ സംഖ്യ ഉത്തരം കിട്ടും. അഥവാ 1ലേക്ക് 9 കൂട്ടിയാൽ 10 അല്ലേ? അതുപോലെ 8ന്റെ കോണാണ് ഇത് 2. 8ലേക്ക് 2 കൂട്ടിയാലും 10 അല്ലേ കിട്ടുന്നത്? അതാണ് നമ്മുടെ ഹീര പറയുന്നത് കേട്ടോ. നോക്കൂ, 1ഉം 9ഉം കോണോട് കോൺ, 2ഉം 8ഉം കോണോട് കോൺ. ഓക്കെ, 1ഉം 8ഉം ഒരു നിരയിലാണ്, 1ഉം 2ഉം ഒരു വരിയിലാണ്. അപ്പൊ താഴേക്കുള്ളതിനെ നിര എന്നും അതുപോലെ 1, 2 അങ്ങനെ നേർരേഖയിൽ എഴുതുന്നതിനെ വരി എന്നുമാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കോണോട് കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ്. 1ഉം 9ഉം കോണോട് കോണാണ്, അതുപോലെ 8ഉം 2ഉം കോണോട് കോണാണ്. 1ലേക്ക് 9 കൂട്ടിയാൽ 10, 2ലേക്ക് 8 കൂട്ടിയാലും 10 കിട്ടുന്നത് കേട്ടോ. എല്ലാം അങ്ങനെയാണോ? ചെയ്തു നോക്കൂ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. താഴെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തു നോക്കാനാണ് പറയുന്നത് കേട്ടോ. നോക്കൂ, കോണോട് കോൺ കൂട്ടി നോക്കാം നമുക്ക്. 6ലേക്ക് 14 കൂട്ടിയാൽ എത്രയാണ്? 6 കൂട്ടണം 14 സമം 20 ആണല്ലേ. അതുപോലെ 7ലേക്ക് 13 കൂട്ടിയാലും എത്ര തന്നെയാണ്? 20 തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് എത്തത് ശരിയാണ്. രണ്ടാമത്തെ നോക്കൂ, 8ലേക്ക് 16 കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 24 ആണ്. 9ലേക്ക് 15 കൂട്ടിയാലോ? അതും 24 തന്നെ. അവസാനത്തെ നോക്കൂ, 17 + 25 എത്രയാണ്? 42 ആണ്. 18 കൂട്ടണം 24, അതും 42 ആണ് കേട്ടോ. അപ്പം എന്താണ്? കോണോട് കോൺ കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യകളെല്ലാം സെയിം ആണല്ലേ, ഒരുപോലെയാണ് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? ഒന്നാമത്തെ നിരയിലെ സംഖ്യകളുടെ തുകയും രണ്ടാമത്തെ നിരയിലെ സംഖ്യകളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം 2 ആണല്ലോ, സിദ്ധു പറഞ്ഞു. ശരിയാണോ നോക്കാലോ. നിര എന്ന് പറഞ്ഞ എന്താണ്? താഴേക്ക് വരുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 6ഉം 13ഉം 7ഉം 14ഉം. ഓക്കെ, 6ഉം 13ഉം കൂട്ടുക. ആദ്യം എന്താ ചെയ്യേണ്ടത്? 6ഉം 13ഉം കൂട്ടുക. 6ഉം 13ഉം കൂട്ടിയാൽ എത്രയാണ്? 19. പിന്നെ 7ഉം 14ഉം കൂട്ടണം. 7ഉം 14ഉം കൂട്ടിയാൽ എത്രയാണ്? 21. ആ 21ൽ നിന്ന് 19 മൈനസ് ചെയ്യാം. കുറച്ചാൽ എത്ര കിട്ടും? 2 കിട്ടുന്നത്. അതാണ് നമ്മുടെ സിദ്ധു കണ്ടുപിടിച്ചത്. അത് ശരിയാണല്ലേ. ഇനി നോക്കൂ, മറ്റുള്ളവയും ചെയ്തു നോക്കി കണ്ടുപിടിക്കൂ എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. താഴെ ഒരുപാട് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട്. ആദ്യത്തെ നോക്കൂ, 8 കൂട്ടണം 15. 8ലേക്ക് 15 കൂട്ടിയാൽ എത്രയാണ്? 23 ആണ്. 9 കൂട്ടണം 16. 9ലേക്ക് 16 കൂട്ടിയാൽ 25 ആണ് കേട്ടോ. ആ 25ൽ നിന്ന് 23 കുറച്ചാൽ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. രണ്ടാമത്തെ നോക്കൂ, 17 കൂട്ടണം 24 സമം 41 ആണ്. 18 കൂട്ടണം 25 സമം 43. അപ്പം 43ൽ നിന്ന് 41 കുറച്ചാൽ എത്ര കിട്ടും? അതും 2 തന്നെ കിട്ടുമല്ലോ മക്കളെ. നെക്സ്റ്റ് നോക്കൂ, 19 കൂട്ടണം 26. 19ലേക്ക് 26 കൂട്ടിയാൽ 45 കിട്ടുന്നത്. 20 കൂട്ടണം 27 സമം 47. 47ൽ നിന്ന് 45 മൈനസ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 2 തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ സിദ്ധു പറഞ്ഞത് ശരി തന്നെയാണ്. ഇനി നോക്കൂ, കലണ്ടർ നോക്കി ഇതുപോലെയുള്ള കൂടുതൽ സംഖ്യകൾ കണ്ടുപിടിച്ച് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഞാൻ ഇവിടെ നിങ്ങൾക്കൊരു കലണ്ടർ തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് നിരയായിട്ട്
കൂട്ടി കുറക്കാൻ പറ്റുന്ന സംഖ്യകൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. 1ലേക്ക് 8 കൂട്ടിയാൽ 9 9ലേക്ക് 2 കൂട്ടിയാൽ 11 11ൽ നിന്ന് 9 കുറച്ചാൽ 2 തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. മറ്റുള്ള എല്ലാ സംഖ്യകളും നമുക്കിങ്ങനെ കൂട്ടി കുറച്ച് നോക്കുമ്പോൾ 2 തന്നെ ആയിരിക്കും കിട്ടുക. ഇനി അവസാനം അടുത്ത നോക്കൂ. നിരയിലെ സംഖ്യകൾ തമ്മിൽ 7ൻ്റെ വ്യത്യാസമാണല്ലോ. അത് ശരിയാണല്ലോ. 1 + 7 = 8, 8 + 7 = 15, 15 + 7 = 22. എന്താണ് പറയുന്നത്? താഴേക്ക് വരുന്ന ഓരോ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം, അത് തമ്മിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, അവർ പറഞ്ഞിട്ടുള്ള സംഖ്യകൾ ഞാനിവിടെ അടയാളപ്പെടുത്തി തരുന്നുണ്ട്. 1ലേക്ക് 7 കൂട്ടിയാലാണ് 8 ആവുന്നത്, 8ലേക്ക് 7 കൂട്ടിയാലാണ് 15 ആവുന്നത്, 15ലേക്ക് 7 കൂട്ടിയാലാണ് 22 ആവുന്നത്, 22ലേക്ക് 7 കൂട്ടിയാലാണ് 29 ആവുന്നത്. അത് കറക്റ്റാണ്. അതുപോലെ തന്നെ ആയിരിക്കും മറ്റെല്ലാ സംഖ്യകളും. ഫോർ എക്സാമ്പിളായിട്ട് 2ലേക്ക് 7 കൂട്ടിയാലാണ് 9, 9ലേക്ക് 7 കൂട്ടുമ്പോഴാണ് 16 ആവുന്നത്, 16ലേക്ക് വീണ്ടും 7 കൂട്ടിയാലാണ് 23 ആവുന്നത്, 23ലേക്ക് 7 കൂട്ടിയാലാണ് 30 ആവുന്നത്. മറ്റെല്ലാ സംഖ്യകളും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. എല്ലാ നിരകളും അതുപോലെ തന്നെയാണ്. 7 കൂടി വരുന്നതായിരിക്കും, അല്ലെങ്കിൽ 7 കുറച്ചാൽ കിട്ടുന്ന വ്യത്യാസം 7 ആയിരിക്കും. ഇനി നോക്കൂ, നമുക്കവിടെ ഒരു നിരയായിട്ട് തന്നിട്ടുണ്ട്. മറ്റു നിരകൾ നോക്കി പൂരിപ്പിക്കൂ എന്നാണ് ചോദ്യം. 4ലേക്ക് 7 കൂട്ടിയാൽ 11 കിട്ടുന്നത്, 11ലേക്ക് 7 കൂട്ടിയാൽ 18 കിട്ടുന്നത്. ഇനി അടുത്ത സംഖ്യ എത്രയായിരിക്കും? അതിലേക്ക് 7 കൂട്ടുക. 18ലേക്ക് 7 കൂട്ടി നോക്കൂ. 19, 20, 21, 22, 23, 24, 25. അവിടെ 25 ആയിരിക്കും. അതുപോലെ നെക്സ്റ്റ് 2ലേക്ക് 7 കൂട്ടിയാലായിരിക്കും 9, 9ലേക്ക് 7 കൂട്ടിയാൽ 16, ഈ 16ലേക്ക് വീണ്ടും 7 കൂട്ടിയാലാണ് 23 കിട്ടുക കേട്ടോ. ഇനി എന്താ നോക്കൂ, കലണ്ടറിലെ സംഖ്യകൾ തമ്മിൽ മറ്റെന്തെല്ലാം ബന്ധങ്ങൾ കാണാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് അല്ലേ. വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ കലണ്ടറിലെ സംഖ്യകൾ തമ്മിൽ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. വേറെന്ത് ബന്ധം മക്കളെ കലണ്ടറിലെ സംഖ്യകൾ തമ്മിലുള്ളത്? നമ്മൾ വരിയായിട്ട് കൂട്ടുമ്പോൾ 1 കൂടി വരുന്ന അല്ലേ. 1 കഴിഞ്ഞ് 2, 2ലേക്ക് 1 കൂട്ടിയാലാണ് 3, അങ്ങനെ 1 കൂടിയാണ് വരുന്നത് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? നോക്കൂ, ഞാനിവിടെ നിങ്ങൾക്കൊരു കലണ്ടർ തന്നിട്ടുണ്ട്. ഇതിൽ 1, 2, 8, 9 അങ്ങനെ ഒരു ചതുരം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിലെന്താണ് പ്രത്യേകത? നോക്കൂ, 1ലേക്ക് 2 കൂട്ടിയാൽ എത്രയാണ്? 3 അല്ലേ. 8ലേക്ക് 9 കൂട്ടിയാലോ? 17. ഈ 17ൽ നിന്ന് 3 കുറച്ചാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 14 കിട്ടുന്നത്. മനസ്സിലായോ? തൊട്ട് വരിയായിട്ടുള്ളത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് അത് കുറക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് 14 കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 3ഉം 4ഉം 10ഉം 11ഉം ചെയ്ത് നോക്കാം. 3ഉം 4ഉം കൂട്ടിയാൽ എത്രയാണ്? 7. 10ഉം 11ഉം കൂട്ടിയാലോ? 21. 21ൽ നിന്ന് 7 മൈനസ് ചെയ്താലോ നമുക്ക് 14 തന്നെയാണ് കിട്ടുക കേട്ടോ. അതുപോലെ വേറെ ഏത് സംഖ്യകൾ എടുത്താലും നമുക്ക് ആൻസർ 14 തന്നെയാണ് കിട്ടുക. അപ്പോൾ അതും നമ്മുടെ കലണ്ടറിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. പാഠഭാഗവും അതിന് അനുബന്ധിച്ചിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മക്കളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ടേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്